സംഖ്യ അധ്യായം 31. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മിദ്യാൻകാരോട് പ്രതികാരം ചെയ്യുക. അതിനുശേഷം നീ നിന്റെ പിതാക്കന്മാരോട് ചേരും. മോശ ജനത്തോട് പറഞ്ഞു, മിദ്യാൻകാരുടെ മേൽ കർത്താവിൻ്റെ പ്രതികാരം നടത്താൻ അവർക്കെതിരെ പുറപ്പെടുന്നതിന് നിങ്ങളുടെ യോദ്ധാക്കളെ ഒരുക്കുവിൻ. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണം. അങ്ങനെ ഇസ്രായേല്യ സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതം 12,000 പേരെ യുദ്ധത്തിന് വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതമുള്ള അവരെ പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസിനോടൊപ്പം യുദ്ധത്തിനയച്ചു. ഫിനെഹാസ് വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും സൂചനാ കാഹളങ്ങളും വഹിച്ചിരുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാൻകാരോട് യുദ്ധം ചെയ്ത് പുരുഷന്മാരെയെല്ലാം കൊന്നൊടുക്കി. അവർ യുദ്ധത്തിൽ വധിച്ചവരുടെ കൂട്ടത്തിൽ ഏവി, രേഖയും, സൂർ, ഹൂർ, റേബ എന്നീ 5 മിദ്യാൻ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ബയോറിൻ്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കി. ഇസ്രായേല്യർ മിദ്യാൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെയും ആട്ടിൻപറ്റങ്ങളെയും സമ്പത്തൊക്കെയും കൊള്ളവസ്തുവായി എടുത്തു. അവർ വസിച്ചിരുന്ന എല്ലാ പട്ടണങ്ങളും താവളങ്ങളും അഗ്നിക്കിരയാക്കി. കൊള്ളവസ്തുക്കളും മനുഷ്യരും മൃഗങ്ങളും അടങ്ങിയ എല്ലാ കവർച്ച മുതലും അവർ എടുത്തു. പിന്നീട് തടവുകാരെ കൊള്ളവസ്തുക്കളോടൊപ്പം ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മോവാബ് സമതലത്തിലെ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസറിൻ്റെയും ഇസ്രായേൽ സമൂഹത്തിൻ്റെയും അടുക്കിലേക്ക് കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലയാസറും സമൂഹ നേതാക്കളും അവരെ എതിരേൽക്കാൻ പാളയത്തിന് പുറത്തേക്ക് ചെന്നു. മോശ യുദ്ധം കഴിഞ്ഞു വന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പടത്തലവന്മാരോട് കോപിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വച്ചിരിക്കുന്നുവോ? ഇവരാണ് ബാലാമിൻ്റെ ഉപദേശപ്രകാരം പേയോറിലെ സംഭവത്തിൽ ഇസ്രായേല്യരെ കർത്താവിനെതിരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ന് കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടായി. അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയും വധിക്കുക. എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് താമസിക്കണം. ആരെയെങ്കിലും കൊന്നവനും കൊല്ലപ്പെട്ട ആരെയെങ്കിലും തൊട്ടവനുമായി നിങ്ങളിലുള്ളവരെല്ലാം 3-ാം ദിവസവും 7-ാം ദിവസവും തങ്ങളെ തന്നെയും തങ്ങളുടെ തടവുകാരെയും ശുദ്ധീകരിക്കണം. വസ്ത്രങ്ങളും തോൽ, കോലാട്ടിൻ രോമം, തടി ഇവ കൊണ്ട് നിർമ്മിച്ച സകല വസ്തുക്കളും ശുദ്ധീകരിക്കണം. പുരോഹിതനായ എലയാസർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞു, കർത്താവ് മോശയോട് കൽപ്പിച്ച നിയമം ഇതാണ്: സ്വർണം, വെള്ളി, ഓട്, ഇരുമ്പ്, തകരം, ഈയം മുതലായ തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും അഗ്നിശുദ്ധി വരുത്തണം. പിന്നീട് ശുദ്ധീകരണ ജലം കൊണ്ട് ശുദ്ധീകരിക്കണം. തീയിൽ നശിക്കുന്നവ വെള്ളത്തിൽ മുക്കി ശുദ്ധീകരിക്കണം. 7-ാം ദിവസം നിങ്ങൾ വസ്ത്രമലക്കണം. അപ്പോൾ നിങ്ങൾ ശുദ്ധരാകും. അതിനുശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നീയും പുരോഹിതനായ എലയാസറും സമൂഹത്തിലെ ഗോത്ര നേതാക്കളും കൂടി കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്കെടുത്ത് അവയെ യുദ്ധത്തിന് പോയ യോദ്ധാക്കൾക്കും സമൂഹത്തിനുമായി 2ആയി ഭാഗിക്കുക. തടവുകാരിലും കാള, കഴുത, ആട് ഇവയിലും 500-1 വീതം കർത്താവിന് ഓഹരിയായി യുദ്ധത്തിന് പോയവരിൽ നിന്ന് വാങ്ങണം. അവരുടെ ഓഹരിയിൽ നിന്ന് അതെടുത്ത് കർത്താവിന് കാണിക്കയായി
പുരോഹിതനായ എലയാസറിന് കൊടുക്കണം. ഇസ്രായേൽ ജനത്തിന് ഓഹരിയായി ലഭിച്ച തടവുകാർ കാള, കഴുത, ആട് എന്നിവയിൽ നിന്ന് 50 1 വീതമെടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുക്കണം. മോശയും പുരോഹിതൻ എലയാസറും കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. യോദ്ധാക്കൾ കൈവശപ്പെടുത്തിയ കൊള്ളമുതലിൽ അവശേഷിക്കുന്നവ ഇവയാണ്: 6,75,000 ആടുകൾ, 70,000 കാളകൾ, 61,000 കഴുതകൾ, പുരുഷനെ അറിയാത്ത 30,000 സ്ത്രീകൾ. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയായ പകുതിയിൽ 3,37,500 ആടുകളുണ്ടായിരുന്നു. അതിൽ കർത്താവിൻ്റെ ഓഹരി 675, കാളകൾ 36,000, അതിൽ കർത്താവിൻ്റെ ഓഹരി 72, കഴുതകൾ 30,500, അതിൽ കർത്താവിൻ്റെ ഓഹരി 61, തടവുകാർ 16,000, അതിൽ കർത്താവിൻ്റെ ഓഹരി 32. കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടത്തേക്ക് കാഴ്ച സമർപ്പിക്കുവാനുള്ള ഓഹരി മോശ പുരോഹിതനായ എലയാസറിന് കൊടുത്തു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയിൽപ്പെടാതെ ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയായി മോശ മാറ്റിവെച്ച പകുതിയിൽ 3,37,500 ആടുകളും 36,000 കാളകളും 30,500 കഴുതകളും 16,000 തടവുകാരും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയിൽ നിന്ന് തടവുകാരെയും മൃഗങ്ങളെയും 50 1 വീതം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവിടുത്തെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നീട് സൈന്യസഹസ്രങ്ങളുടെ നായകന്മാരായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു. അവർ അവനോട് പറഞ്ഞു, നിന്റെ ദാസരായ ഞങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളെ എണ്ണി നോക്കി ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോരുത്തർക്കും കിട്ടിയ സ്വർണം കൊണ്ടുള്ള തോൾവള, കൈവള, മുദ്രമോതിരം, കർണാഭരണം, മാല എന്നിവ പാപപരിഹാരത്തിന് കർത്താവിന് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നു. മോശയും പുരോഹിതൻ എലയാസറും അവരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിച്ചു. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും കർത്താവിന് കാഴ്ച സമർപ്പിച്ച സ്വർണം ആകെ 16,750 ഷെക്കൽ ഉണ്ടായിരുന്നു. യോദ്ധാക്കൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി കൊള്ളമുതൽ എടുത്തിരുന്നു. മോശയും പുരോഹിതനായ എലയാസറും കൂടി സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും വാങ്ങിയ സ്വർണം കർത്താവിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിനൊരു സ്മാരകമായി സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. Chapter 31. The Lord said to Moses, Avenge the Israelites on the Midianites, and then you shall be taken to your people. So Moses told the people, Select men from your midst, and arm them for war to attack the Midianites, and execute the Lord's vengeance on them. For each of the tribes of Israel you shall send a band of 1,000 men to war. From the clans of Israel, therefore, 1,000 men of each tribe were levied, so that there were 12,000 men armed for war. Moses sent them out on the campaign, 1,000 from each tribe, with Phinehas, son of Eleazar, the priest for the campaign, who had with him the sacred vessels and the trumpets for sounding the alarm. They waged war against the Midianites, as the Lord had commanded Moses, and killed every male among them. Besides those slain in battle, they killed the 5 Midianite kings, Evi, Rechem, Zur, Hur, and Reba. And they also executed Balaam, son of Beor, with the sword. But the Israelites kept the women of the Midianites with their little ones as captives, and all their herds and flocks and wealth as spoil, while they set on fire all the towns where they had settled and all their encampments. Then they took all the booty, with the people and beasts they had captured, and brought the captives together with the spoils and booty to Moses and the priest Eleazar, and to the Israelite community at their camp on the plains of Moab, along the Jericho stretch of the Jordan.
When Moses and the priest Eleazar, with all the princes of the community, went outside the camp to meet them, Moses became angry with the officers of the army, the clan and company commanders who were returning from combat. "So you have spared all the women," he exclaimed. "Why, they are the very ones who on Balaam's advice prompted the unfaithfulness of the Israelites toward the Lord in the Peor affair, which began the slaughter of the Lord's community. Slay, therefore, every male child and every woman who has had intercourse with a man. But you may spare and keep for yourselves all girls who had no intercourse with a man. Moreover, you shall stay outside the camp for 7 days. And those of you who have slain anyone or touched anyone slain in battle shall purify yourselves on the 3rd and on the 7th day. This applies both to you and to your captives. You shall also purify every article of cloth, leather, goat's hair, or wood." Eleazar the priest told the soldiers who had returned from combat, "This is what the law, as prescribed by the Lord to Moses, ordains. Whatever can stand fire, such as gold, silver, bronze, iron, tin, and lead, you shall put into the fire, that it may become clean. However, it must also be purified with lustral water. But whatever cannot stand fire, you shall put into the water. On the 7th day you shall wash your clothes, and then you will again be clean. After that you may enter the camp." The Lord said to Moses, "With the help of the priest Eleazar and the heads of the ancestral houses, count up all the human captives and the beasts that have been taken. Then divide them evenly, giving half to those who took active part in the war by going out to combat, and half to the rest of the community. You shall levy a tax for the Lord on the warriors who went out to combat, 1 out of every 500 persons, oxen, asses, and sheep, in their half of the spoil, you shall turn over to the priest Eleazar as a contribution to the Lord. From the Israelites' half you shall take 1 out of every 50 persons, and the same from the different beasts, oxen, asses, and sheep, and give them to the Levites, who have charge of the Lord's dwelling." So Moses and the priest Eleazar did this as the Lord had commanded Moses. This booty, what was left of the loot which the soldiers had taken, amounted to 675,000 sheep, 72,000 oxen, 61,000 asses, and 32,000 girls who were still virgins. The half that fell to those who had gone out to combat was 337,500 sheep, of which 675 fell as tax to the Lord, 36,000 oxen, of which 72 fell as tax to the Lord, 30,500 asses, of which 61 fell as tax to the Lord, and 16,000 persons, of whom 32 fell as tax to the Lord. The taxes contributed to the Lord Moses gave to the priest Eleazar, as the Lord had commanded him. The half for the other Israelites, which fell to the community when Moses had taken it from the soldiers, was 337,500 sheep, 36,000 oxen, 30,500 asses, and 16,000 persons. From this, the Israelites' share, Moses, as the Lord had ordered, took 1 out of every 50, both of persons and of beasts, and gave them to the Levites, who had charge of the Lord's dwelling. Then the officers, who had been clan and company commanders of the army, came up to Moses and said to him, "Your servants have counted up the soldiers under our command, and not one is missing. So to make atonement for ourselves before the Lord, each of us will bring as an offering to the Lord some gold article he has picked up, such as an anklet, a bracelet, a ring, an earring, or a necklace." Moses and the priest Eleazar accepted this gold from them, all of it in well-wrought articles. The gold that they gave as a contribution to the Lord amounted in all to 16,750 shekels. This was from the clan and company commanders. What the common soldiers had looted each one kept for himself. Moses then and the priest Eleazar accepted the gold from the clan and company commanders and put it in the meeting tent as a memorial for the Israelites before the Lord.